A warm good morning to all. Tax assessment. In the last class, we have discussed about clubbing of income, aggregation of income, and some of the problems related to that. Today, let us discuss set-off of losses. Set-off of losses means setting off losses against income of the same year. ഒരു വർഷം നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ലോസ് ആ വർഷത്തെ തന്നെ വേറെ ഏതെങ്കിലും ഇൻകം വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ലോസ് വന്നു, ആ ഒരു ലോസ് നമ്മൾ നികത്തുന്നത്, സെറ്റ് ഓഫ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം വെച്ചിട്ടാണ്. The provisions regarding set off losses are as under. പല കേസസ് സെറ്റ് ഓഫിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡ്. നമ്മളവിടെ സെറ്റ് ഓഫ് ചെയ്യുന്നത്, ആ ലോസിനെ നികത്തുന്നത് സെയിം ഹെഡിൽ നിന്ന് തന്നെയാണെങ്കിൽ. നെക്സ്റ്റ് പറയുന്നതാണ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ അതർ ഹെഡ്സ്. വേറെ ഏതെങ്കിലും ഹെഡിൽ നിന്നാണ് ഈ ഒരു ലോസ് നികത്തുന്നത് എന്നുണ്ടെങ്കിൽ. സ്പെക്യുലേഷൻ ലോസ്, ലോസ് ഫ്രം ദി ആക്ടിവിറ്റീസ് ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്, ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, capital losses, losses of lottery, crossword puzzles, gambling, card games or betting, etc. Loss of AOP or body of individuals. ഇത്രയും സെറ്റ് ഓഫുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, 8 പോയിന്റ്സ്. അപ്പോൾ ആദ്യം നോക്കുക, സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡ്. നമ്മളിവിടെ സെറ്റ് ഓഫ് ചെയ്യുന്നത് സെയിം ഹെഡിൽ നിന്ന് തന്നെയാണ്. ഇഫ് ദ നെറ്റ് റിസൾട്ട് ഫോർ എനി അസസ്മെൻറ്റ് ഇയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി സോഴ്സ് ഫോളിങ് അണ്ടർ എനി ഹെഡ് ഓഫ് ഇൻകം ഈസ് എ ലോസ്. അതായത് ഒരു അസസ്മെൻറ്റ് ഇയറിലെ നമ്മൾ നെറ്റ് റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സോഴ്സസിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെഡിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇൻകം അല്ല, ലോസ് ആണ് എന്നുണ്ടെങ്കിൽ ദ അസസി ഷാൾ ബി എൻടൈറ്റിൽഡ് ടു ഹാവ് ദ എമൗണ്ട് ഓഫ് സച്ച് ലോസ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ദ ഇൻകം ഫ്രം എനി അതർ സോഴ്സ് അണ്ടർ ദി സെയിം ഹെഡ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അസസ് എന്ത് ചെയ്യണം, ആ ഒരു സെയിം ഹെഡിൽ നിന്ന് തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ ഒരു ഇൻകം വെച്ചിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി, ഒരു അസസിയുടെ കയ്യിൽ 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടി എ, ഹൗസ് പ്രോപ്പർട്ടി ബി. എ എന്ന് പറയുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ലോസ് ജനറേറ്റ് ചെയ്തു. ബി എന്ന് പറയുന്ന ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകമാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇയാളുടെ ടോട്ടൽ ഇൻകം കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, എ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ ലോസ് ബിയുടെ ഇൻകം വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. അതിനെയാണ് സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ സെയിം ഹെഡ് ഏതാണ്? ഹൗസ് പ്രോപ്പർട്ടി. ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ 2 ഐറ്റംസ് വരുന്നുണ്ട് അല്ലേ, അതിൽ ഒരെണ്ണത്തിൽ ലോസും ഒരെണ്ണത്തിൽ ഇൻകമാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഇൻകം വെച്ചിട്ട് മറ്റേതിൻ്റെ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നു. അതിനെയാണ് സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റൈൽ ബിസിനസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഗുഡ്സ് ബിസിനസ്സും ഉണ്ട്. അയാൾക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് ലോസ് ഉണ്ടായി. ഇനി ഇലക്ട്രോണിക് ഗുഡ്സ് ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റാണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, ലോസ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം ഇലക്ട്രോണിക്സ് ഗുഡ്സ് ബിസിനസ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമുക്ക് എന്തൊന്നും കൂടി പറയാം, ഇൻ്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുകൂടി പറയാവുന്നതാണ്. ഇനി ഈ ഒരു സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡിനെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ, അതുപോലെ തന്നെ അതിൻ്റെ എക്സംഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 70-ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. സെയിം ഹെഡിൽ നിന്ന് ചില സമയത്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? എക്സംഷൻസ് ടു ദി എബവ് ജനറൽ റൂൾ, നമ്മൾ മീതെ പറഞ്ഞിട്ടുള്ള ആ ഒരു റൂളിന് എക്സംഷൻസ് ഏതൊക്കെ കേസസിലാണ് വരുന്നത്? ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം അതർ ബിസിനസ്. അതായത് സ്പെക്കുലേഷൻ ബിസിനസ് അതൊരു ബിസിനസ് തന്നെയാണ്, അതൊരു ബിസിനസ് തന്നെയാണ്. പക്ഷേ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ലോസ് ഒരിക്കലും അതർ ബിസിനസ്സിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല.
പിന്നെ എവിടുന്ന് മാത്രമേ സാധിക്കുള്ളൂ? സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം വെച്ചിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ ലോസ് സ്പെക്കുലേഷൻ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അടുത്തത് നോക്കുക, ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ്. ഇനി എന്താണ് സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്രോഫിറ്റ് മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുകയാണ് ഇല്ലേ? ഒരു സെക്യൂരിറ്റി ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല അയാൾ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ടായിരിക്കുക. ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുകയാണ് ആ ഒരു ഷെയറിൻ്റെ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ട്രേഡിൽ ഏർപ്പെടുന്നത്. അങ്ങനെയുള്ള ബിസിനസ്സിനെയാണ് സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ഊഹക്കച്ചവടമാണ്. അതിൽ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്, പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ അവിടെ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലോസ് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ്. cannot be set off against income from other business. The loss can be set off only against income from other specified business. അതുപോലെ തന്നെ സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ലോസ്, ആ ഒരു ലോസ് സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ തന്നെ ഇൻകം വെച്ചിട്ടേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. എവിടെ നിന്ന് തന്നെയാണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. നമുക്കറിയാം ലോങ് ടേമും ഷോർട്ട് ടേമും എല്ലാം വരുന്നത് ഇതിൽ തന്നെയാണ്, ക്യാപിറ്റൽ ഗെയിൻ തന്നെയാണ് അല്ലേ? സെയിം ഹെഡായിട്ടുള്ള ക്യാപിറ്റൽ ഗെയിനിൽ തന്നെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും വരുന്നത്. പക്ഷേ ഇതൊരു എക്സംഷൻ ആണ് അല്ലേ? അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എവിടെ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? അതെ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എവിടെ നിന്ന് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് ലോസ് ഫ്രം ദി ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സസ് ഷാൾ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ ഇൻകം ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സസ് ഓൺലി ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് എനി അതർ ഇൻകം അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതായത് ഒരു ഹോഴ്സ് റേസ് നടത്തിയത് വഴി നമുക്ക് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് എവിടെ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ഹോഴ്സ് റേസ് വഴി നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇൻകം ഫ്രം അതർ സോഴ്സസോ അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ്സോ ഒന്നും എടുക്കാൻ സാധിക്കില്ല. നമുക്കറിയാം ഈ ഒരു ഹോഴ്സ് റേസൊക്കെ മെയിനായിട്ട് ഏതിൽ നിന്ന് തന്നെയാണ് വരുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഹോഴ്സ് റേസിൻ്റെ ലോസ് ഹോഴ്സ് റേസിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് ലോസ് ഫ്രം എക്സംപ്റ്റഡ് സോഴ്സ് ഓഫ് ഇൻകം കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി ടാക്സബിൾ ഇൻകം. ഇനി എന്തെങ്കിലും എക്സംപ്റ്റഡ് സോഴ്സസിൽ നിന്ന് ടാക്സ് ലോസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോസ് ഒരിക്കലും ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? നമുക്കത് എക്സംഷൻ കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലോസ് ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഇത്രയാണ് സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം under other heads. If after setting off a loss under the same head of income there still remains some loss, the remaining loss shall be set off against his income under any other head. അതായത് ഏതെങ്കിലും ഒരു സോഴ്സസിൽ നിന്ന് നമുക്ക് ലോസ് ജനറേറ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സെയിം ഹെഡ് വെച്ചിട്ട് തന്നെ നമ്മളതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ നോക്കി. എന്നിട്ടും കംപ്ലീറ്റ് ആയില്ല. നമുക്ക് ലോസാണ് കൂടുതൽ നിൽക്കുന്നത്. ഒരു ഇൻകം വെച്ചിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ടും വീണ്ടും ലോസ് തന്നെ നിൽക്കുകയാണ്. സ്റ്റിൽ റിമൈൻസ് സം ലോസ്, എന്നിട്ടും കുറച്ച് ലോസ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ റിമൈനിങ് ലോസ് നമുക്ക് വേറെ ഏതെങ്കിലും ഹെഡിലുള്ള ഇൻകം വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലോസ് ഉണ്ടായി. ആ ലോസ് നമ്മൾ ഇലക്ട്രോണിക് ഗുഡ്സ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്തു. എന്നിട്ടും ടെക്സ്റ്റൈൽ ബിസിനസ്സിൻ്റെ ലോസ് തീർന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം ഫ്രം സാലറി ഉപയോഗിച്ചിട്ട് ആ ഒരു ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഹെഡിൽ നിന്ന് മാത്രമല്ല അതർ ഹെഡിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. പക്ഷെ എപ്പോൾ മാത്രമാണ്? സെയിം ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിച്ചിട്ടും വീണ്ടും ലോസ് റിമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതർ ഹെഡിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ.
ഇനി റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് സെറ്റ് ഓഫ് ലോസ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എഗെയിൻസ്റ്റ് എനി അതർ ഹെഡ് ഓഫ് ഇൻകം വിത്ത് ഇഫക്റ്റ് ഫ്രം അസസ്മെൻറ്റ് ഇയർ 2018-19. അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട് റിഗാർഡിംഗ് ദിസ് സെറ്റ് ഓഫ് ലോസസ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സെറ്റ് ഓഫ് ലോസ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എഗെയിൻസ്റ്റ് എനി അതർ ഹെഡ് ഓഫ് ഇൻകം ഷാൾ ബി റെസ്ട്രിക്റ്റഡ് ടു 2 lakh rupees ഫോർ എനി അസസ്മെൻറ്റ് ഇയർ. അതായത് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻകം നമുക്ക് മാക്സിമം എത്ര സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? 2 lakh rupees വരെയാണ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. However, the unabsorbed loss can be carried forward for 8 subsequent years for set off under the head from. അതായത് ഇപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 5 lakh ലോസ് വന്നു വിചാരിക്കാം. അപ്പോൾ നമ്മൾ വേറൊരു ഹൗസ് പ്രോപ്പർട്ടി വെച്ചിട്ട് ആ ഒരു ലോസ് നമുക്ക് മാക്സിമം എത്രത്തോളം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു വർഷം 2 ലക്ഷം രൂപ മാത്രം. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം പോയി കഴിഞ്ഞാൽ ബാക്കി 3 ലക്ഷം. ഈ 3 ലക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് അങ്ങോട്ടുള്ള 8 വർഷങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ക്യാരി ഫോർവേഡ് ഫോർ 8 സബ്സിക്വൻറ്റ് ഇയേഴ്സ്. ഇനി അങ്ങോട്ട് 7 വർഷത്തേക്ക് നമുക്ക് ഈ ഒരു ലോസ് കൊണ്ടുപോവുകയും എന്നിട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകം വെച്ചിട്ട് നമുക്കിങ്ങനെ സെറ്റ് ഓഫ് ചെയ്തിട്ട് 8 വർഷം വരെ മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി. നെക്സ്റ്റ് പറയുന്നതാണ് ഇനി ഫോളോവിങ് ലോസസ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ അതർ ഹെഡ്സ്. ഇനി താഴെ പറയുന്ന കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ഈ ലോസസുകളൊന്നും നമുക്ക് അതർ ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. എന്തൊക്കെയാണ്? സ്പെക്കുലേഷൻ ലോസസ്. നമ്മൾ പറഞ്ഞത് സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്, അതെവിടെ നിന്ന് മാത്രമാണ്? ഇൻകം ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്, നമ്മൾ പറഞ്ഞു ആ ഒരു റേസ് ഹോഴ്സിൽ വന്നിട്ടുള്ള ലോസ് റേസ് ഹോഴ്സിൽ ഇൻകം വെച്ചിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ലോസ് അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിലെ ലോസ് നമുക്ക് എവിടെ നിന്ന് തന്നെയാണ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ? ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് തന്നെയാണ് സാധിക്കുള്ളൂ. ലോസ് അണ്ടർ ദി ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറീസ്. ഇനി അവിടെ പറയുന്നതാണ് ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ നമുക്ക് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോസ് ഒരിക്കലും ഇൻകം ഫ്രം സാലറീസിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. എനി ലോസ് ഈസ് നോട്ട് അലൗഡ് ടു ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് വിന്നിങ്സ് ഫ്രം റേസസ്, ലോട്ടറീസ് എക്സെട്ര. അതുപോലെ തന്നെ റേസസിൽ നിന്നോ ലോട്ടറിയിൽ നിന്നോ നമുക്ക് വിൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് വെച്ചിട്ട് ഒരിക്കലും ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഇത്രയാണ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അതർ ഹെഡ്സിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം സ്പെക്കുലേഷൻ ലോസസ്. Losses in respect of speculation business can be set off only against the profits and gains of any of another speculation business carried on by the assessee. Losses from house property, losses of non-speculation business or profession, and loss under the head income from other sources can however be set off against the profit of a speculation business. ഓക്കെ, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോസ് സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ഗെയിൻ വെച്ചിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അവിടെ പറയുന്നതാണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ട്, നോൺ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സസിൽ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോസുകളെല്ലാം സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ഗെയിൻ വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ഗെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗെയിൻ പല ഹെഡുകളിലുള്ള ലോസസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇഫ് എ കമ്പനി other than an investment, banking or financial company deals in shares of other companies, the income from such business shall be treated as income from speculated business, and if there is a loss from such business it can be set off against income of a speculation business only. ഇനി അവിടെ പറയുന്നതാണ് ഏതെങ്കിലും ഒരു കമ്പനി ഷെയർസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, അതായത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ബാങ്കിങ് അല്ല, ഒരു ഫിനാൻഷ്യൽ കമ്പനിയല്ല, അത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഷെയർസിനെ പറ്റി മാത്രമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തെ നമുക്ക് ഇൻകം ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അങ്ങനെ നമുക്ക് എന്തെങ്കിലും ലോസ് ആണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ലോസിനെ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ.
ഓക്കെ, അപ്പോൾ ഷെയർസായിട്ട് ഡീൽ ചെയ്യുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആ ഒരു ഇൻകം ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി പറയുന്നതാണ് ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്. ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം അതർ സ്പെസിഫൈഡ് ബിസിനസ്. സ്പെസിഫൈഡ് ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ഇൻകം വെച്ചിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അടുത്തത് നോക്കാം. ലോസ് ഫ്രം ദി ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സസ്. നമ്മൾ പറഞ്ഞു റേസ് ഹോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നടത്തുന്നത് വഴി നമുക്ക് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് നമുക്ക് എവിടെ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? പിന്നീട് നമ്മളൊരു റേസ് ഹോഴ്സ് നടത്തിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. വേറെ നോട്ട് അഗെയിൻസ്റ്റ് എനി അതർ ഇൻകം, വേറെ ഒരു ഇൻകം വെച്ചിട്ട് നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതായത് മെയിനായിട്ട് എന്താണ് ഈ റേസ് ഹോഴ്സ് എന്നൊക്കെ പറയുന്നത്, കുതിര ഓട്ടം ഒക്കെയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും മനുഷ്യന്മാരുടെ വിനോദത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ടൊന്നും ഉണ്ടാകുന്നതല്ല. ഹാർഡ് വർക്ക് ഓൾറെഡി ശരിക്കും ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് മെയിനായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ലോസ് ആ ഒരു വിനോദത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം കൊണ്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിൽ നിന്ന് പ്രൊഫഷനിൽ നിന്ന് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുക? എനി ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ അതർ ദാൻ സ്പെക്കുലേഷൻ ബിസിനസ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി അതർ ഇൻകം ഫോളിങ് അണ്ടർ ദി സെയിം ഹെഡ് ഇൻക്ലൂഡിംഗ് സ്പെക്കുലേഷൻ ഇൻകം ആസ് വെൽ ആസ് അണ്ടർ എനി അതർ ഹെഡ് ഓഫ് ഇൻകം എക്സെപ്റ്റ് ദ ഹെഡ് ഇൻകം ഫ്രം സാലറി. ഇനി ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്ന് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് നമുക്ക് എവിടെ നിന്നൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം? ഇൻകം ഫ്രം ബിസിനസ്സിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഇനി അത് മതിയായി ഇല്ല എന്നുണ്ടെങ്കിൽ അതർ ഹെഡിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, പക്ഷേ ഇൻകം ഫ്രം സാലറി ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഈവൻ സ്പെക്കുലേഷൻ ഇൻകം നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും? ഈ ഒരു ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി if any business has been discontinued after some time during the previous year, the loss from such business can be set off from the income of the same year in another business or profession. അതായത് ഏതെങ്കിലും ഒരു വർഷം ഒരു ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു, നിർത്തി പോവുകയാണ് ചെയ്യുന്നത്. അത് ഒരു ബിസിനസ് നിർത്താനുള്ള കാരണം എന്തായിരിക്കും? നമുക്ക് അതിൽ നിന്ന് ലോസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ബിസിനസ് നിർത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ ദ ലോസ് ഫ്രം സച്ച് ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഫ്രം ദി ഇൻകം ഓഫ് സെയിം ഇയർ. അപ്പോൾ ആ ഒരു വർഷം നമ്മൾ ആ ഒരു ബിസിനസ് നിർത്തുന്നു, നഷ്ടം ഉണ്ടായ കാരണം ആ ഒരു നഷ്ടം നമുക്ക് വേറൊരു ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകം വെച്ചിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി where some loss arise in the illegal business, such loss can be set off against income of such business. If the profits are less from illegal business, the balance of the loss cannot be set off against any other income. ഇനി അവിടെ പറയുന്നതാണ് ഇല്ലീഗൽ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇല്ലീഗൽ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ലോസ് ഇല്ലീഗൽ ബിസിനസ്സിൽ നിന്ന് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. വീണ്ടും എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് വേറൊരു ഇൻകം വെച്ചിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പറയും ഇല്ലീഗൽ ബിസിനസ്സൊക്കെ നടത്തുന്നത് കുറ്റകരമാണ് എന്ന് പറയും, പക്ഷേ ഇനി നടന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇലിസ്ട്രേഷൻ 1. The income of Mr. A for the assessment year 2019-20 has been computed as under. അതായത് മിസ്റ്റർ എയുടെ അസസ്മെൻറ്റ് ഇയർ 1920യുടെ ഇൻകമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലോസ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് 14,000. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ലോസ് 14,000 ആണ്. ലോസ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം എ പ്രോപ്പർട്ടി വിച്ച് ലെറ്റ് ഔട്ട്. അതായത് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ലോസ് എത്രയാണ്? 10,000. പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് 2,10,000. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ബിൽഡിംഗ് 1,50,000. കമ്പ്യൂട്ട് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മളടുത്ത് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2019-20.
ഇനി ഓരോ ഹെഡുകളായിട്ട് നമ്മൾ എഴുതുക. ഇനി നമുക്ക് അറിയണം, ഇവിടെ 2 ലോസ് വരുന്നുണ്ട് ഇല്ലേ? ഇൻകം ഫ്രം അതർ സോഴ്സും വരുന്നുണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും വരുന്നുണ്ട്. ഈ ലോസുകളെല്ലാം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണം. ഏതിൽ നിന്നെല്ലാം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സംഷൻസ് മെയിനായിട്ട് വരുന്നത് സ്പെക്കുലേഷൻ ലോസ്, അതുപോലെ തന്നെ റേസ്, ഹോഴ്സ് റേസ്, സ്പെസിഫൈഡ് ബിസിനസ്, ക്രോസ്വേർഡ് പസിൽസ്, ഇങ്ങനെയുള്ളതിനൊക്കെയാണ് മെയിനായിട്ട് എന്ത് വരുന്നത്, എക്സംഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ലോസസ് ഇൻകം ഫ്രം അതർ സോഴ്സും ആണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഈ 2 ലോസിനും എക്സംഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മളവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2 ലാഖിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഓരോ വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ചെറിയൊരു എമൗണ്ടാണ്, 10,000 ആണ്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എഴുതുകയാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് എത്രയാണ്, 2,10,000. ബിസിനസ്സിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം 2,10,000 ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമുക്ക് എത്രത്തോളമാണ് കിട്ടിയിട്ടുള്ളത്, ക്യാപിറ്റൽ ഗെയിനിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 1,50,000 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3,60,000 ആണ് നമ്മളുടെ ഇൻകം. ഓക്കെ, ഇനി നമുക്ക് അവിടെ എന്ത് നോക്കണം, ഇൻകം 5 ഹെഡിൻ്റെയും ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ അഗ്രിഗേഷൻ, ക്ലബിങ്, സെറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, സെറ്റ് ഓഫ് മാത്രമേ ഉള്ളൂ. ഇവിടെ സെറ്റ് ഓഫ് എന്താണ്, ലോസ് ആണുള്ളത്. 2 ലോസ് ഉണ്ട്. എന്തൊക്കെയാണ്, ഇൻകം ഫ്രം അതർ സോഴ്സസ് എത്രയാണ്, 14,000. ലോസ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ദാറ്റ് ഈസ് 14,000. ആ ഒരു 14,000 നമുക്ക് എവിടുന്ന് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്, നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുള്ള അതർ ഹെഡിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അതാണ് ആ 14,000 നമ്മൾ അവിടെ ലെസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്, 10,000. അങ്ങനെ രണ്ടും കൂടിയിട്ട് 24,000 കിട്ടുന്നുണ്ട് ഇല്ലേ? ഈ 24,000 നമുക്ക് നമ്മളുടെ ഓൾറെഡി കിട്ടിയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായി 3,60,000 മൈനസ് 24,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 3,36,000. ഓക്കെ, അപ്പോൾ കണ്ടോ നമ്മളുടെ ടാക്സ് ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയായിട്ട് മാറി, 3,36,000 ആയിട്ട് മാറി. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഉള്ളത് കാരണമാണ് നമുക്ക് എന്തുണ്ടായത്, ഇങ്ങനെ ഗ്രോസ് ടോട്ടൽ ഇൻകം കുറയാൻ കാരണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കൂടും, ടോട്ടൽ ഇൻകം കൂടും, നമ്മൾ ടാക്സ് ലയബിലിറ്റിയും കൂടും. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ഓഫ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി ടാക്സ് ലയബിലിറ്റി ഓഫ് ദി അസസി. ഓക്കെ.